ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് തുറയ്ക്ക് നമ്മൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിന്ന് അരിപ്പത്തിരി തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നല്ല പോലെ വാട്ടിയിട്ട് എടുക്കണം. മാവ് വാട്ടാനായിട്ട് ഒരു ചെരുവത്തിൽ വെള്ളം അടുപ്പിൽ വെച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലോട്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചാണ് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ പൊടി നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ. ഈ വേവിച്ചെടുത്ത പൊടി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പോലെ കുഴച്ച് എടുക്കാം. അങ്ങനെ നല്ല പോലെ മാവ് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. മാവ് എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രത്തോളം പത്തിരി ഭയങ്കര സോഫ്റ്റ് ആവും കേട്ടോ. പൊങ്ങി കിട്ടും ചെയ്യും. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല പോലെ പൊങ്ങി കിട്ടും ചെയ്യും. അങ്ങനെ പത്തിരിയൊക്കെ പരത്തി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഞങ്ങൾ പുതിയ ചട്ടിയാണ് കേട്ടോ. ഞങ്ങൾ പത്തിരി ചൂടാന്ന് എഴുതിയാണ് വാങ്ങിച്ച ചട്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് 2 പ്രാവശ്യം കാണാൻ ദോശ കിട്ടതേ ഉള്ളൂ. അപ്പൊ വിചാരിച്ചു നന്നാ പത്തിരി ചൂടാന്ന്. പത്തിരിക്ക കറിയായിട്ട് നമ്മൾ കോഴിക്കറിയാണ് എടുക്കുന്നത്. നല്ല തേങ്ങ വറുത്തരച്ചാണ് കോഴിക്കറി. അപ്പോൾ അതിനായിട്ട് കോഴി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പത്തിരിയും കോഴിക്കറിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇടിയപ്പം കൂടെ ഉണ്ടാക്കാം. നമ്മൾ ഇഡ്ഡലിച്ചെമ്പിലാണ് ഇടിയപ്പം തയ്യാറാക്കുന്നത്. തേങ്ങ ഇട്ടിട്ടുള്ള ഇടിയപ്പമാണ്. അങ്ങനെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ കൊണ്ടോട്ടുണ്ടാക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ണിമത്തൻ കട്ട് ചെയ്തെടുക്കാം. ചായ അടുപ്പിൽ കിടന്ന് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും പള്ളിയിൽ നിന്നുള്ള കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചായ കപ്പിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസായിട്ട് നാരങ്ങ വെള്ളവും തണ്ണിമത്തൻ ജ്യൂസുമാണ്. അങ്ങനെ നോമ്പ് തുറക്കേണ്ട സമയമായി കണ്ടോ. ബാങ്കൊക്കെ വിളിച്ചു. ഇനി നോമ്പ് തുറക്കട്ടെ. അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ട് നിസ്കരിക്കാൻ പോയി. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഞ്ഞി കുടിച്ച് പിന്നെ കിടക്കാൻ നേരം ഒരു 10 മണിയായപ്പോഴാണ് അരിപ്പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ കൊണ്ടാട്ടവും കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല പോലെ അരിപ്പത്തിരി കഴിച്ചു. ഭയങ്കര റാഹത്തായി. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.